കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ വെള്ളരിക്കുണ്ട്, ഹൊസ്ദുർഗ് താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ക്യാമ്പുകളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മലവെള്ളപ്പാച്ചിലിലും വെള്ളപ്പൊക്കത്തിലും വലിയ നാശനഷ്ടങ്ങളാണ് കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. പേമാരിയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ജില്ലയിലുടനീളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴ കനത്ത സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യേനി, കാട്ടാംകവല ഭാഗങ്ങളിൽ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളരിക്കുണ്ട്, കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിൽ നിരവധി വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അച്ചാംതുരുത്തി, ഭീമനടി പാലങ്ങൾക്കും വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മധുവാഹിനി, കാര്യങ്കോട്, തേജസ്വിനി പുഴകളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ജലാശയങ്ങളിലെ വിനോദങ്ങളും താൽക്കാലികമായി നിരോധിച്ചു. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ദുരിതബാധിതർക്കായി വെള്ളരിക്കുണ്ട്, ഹൊസ്ദുർഗ് താലൂക്കുകളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 59 കുടുംബങ്ങളിലെ 208ഓളം പേരെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാസർഗോഡിന് പുറമെ സംസ്ഥാനത്തുടനീളം മഴ വൻ നാശനഷ്ടങ്ങളാണ് വിതയ്ക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാനത്താകെ 200ലേറെ ക്യാമ്പുകളിലായി 5700ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പുഴയോരങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.